ഹലോ, ജസീമാണ്. ഇപ്പോൾ പത്താം ക്ലാസ് അല്ല, ഇപ്പോൾ ഈ സ്കൂളിൽ അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്ന ചെക്കന്മാരോട് ചെറിയൊരു കഥ പറഞ്ഞേക്കാം. ഒരങ്ങാടിയിൽ ഒരുത്തൻ വന്ന് ഇറങ്ങുകയാണ്. അവന് വേറെ സ്ഥലത്തൊക്കെ പഠിച്ചാൽ പോയി കണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ്. അവൻ ആ നാട്ടിലല്ലേന് അവൻ്റെ നാട്ടിലേക്ക് വരികയാണ്. കാറുണ്ട്, അവൻ്റെ പെണ്ണുങ്ങളുണ്ട്, കുട്ടിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല നിലയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരുത്തനെ കാണുകയാണ്. അങ്ങാടിയിൽ അവനെ ജൂനിയറായി പഠിച്ചിരിക്കണ എങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഒരു കണ്ണട വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവനെ. കാരണം എന്താ പറയുക, ഈ പണ്ടൊക്കെ അടി ഉണ്ടായാൽ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് കച്ചറുണ്ടായി പിന്നെ അവരെല്ലാം കമ്പനി ആയിരിക്കും. അത് ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും പിന്നെ ഈ ബസ്സാരായിട്ടാണെങ്കിലൊക്കെ അവർ പിന്നല്ല കമ്പനി ആയിരിക്കും ആ വർഷം കഴിഞ്ഞാൽ. അപ്പോൾ +2 കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയി പഠിച്ച് അപ്പോൾ ലൈഫൊക്കെ സെറ്റായി വരികയാണ്. അപ്പോൾ ഇവൻ ചെന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, ഏട്ടാ അറിയുമെന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പണ്ടത്തെ കച്ചറയല്ലേ. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ അപ്പോൾ ഇവനൊന്നും മിണ്ടില്ല. അപ്പോൾ അപ്പുറത്തിരുന്ന ആൾ പറയാണ് അവന് കണ്ണ് കാണൂല എന്ന് പറയും. അപ്പോൾ ഇവൻ അന്നുകൊണ്ട് ചോദിക്കും എന്താ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അയാൾ പറയും ഒരു 10 വർഷം മുമ്പ് സ്കൂളിലുണ്ടായ ഒരടിപിടിയിൽ തലക്കടി കിട്ടിയപ്പോൾ കണ്ണിൻ്റെ നരമ്പിനെ അത് ബാധിച്ചുകൊണ്ട് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടാണെന്ന് പറയും. അപ്പം നിങ്ങൾ വന്ന അവസ്ഥ ആലോചിച്ച് പോയി. അവനായിട്ട് അന്ന് അടികൂടിയ ആളേക്ക് രൂപന് നമ്മളൊന്ന് ആലോചിക്കുക. അവൻ്റെ പിന്നെ എന്തൊന്നും അറിയണില്ല അല്ലേ. നമ്മൾ കാരണം അത്രയും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവില്ല, അങ്ങനെ പറ്റാൻ വേണ്ടി അടിച്ചൊന്നും ആവില്ല, ഒരടിയിൽ പറ്റിയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അത്രയും ലൈഫ് ഉഷാറായിട്ട് പോകുമ്പോൾ നമ്മൾ കാരണം കൊണ്ട് വേറെ ആൾക്ക് ഉണ്ടാകേണ്ട ലൈഫ് നഷ്ടപ്പെട്ട് അവന് കണ്ടൊന്നും കാണാതെ അവിടെ ഇരിക്കണ അവസ്ഥകളൊന്നും ആലോചിച്ചോ. ഇതൊക്കെ സംഭവിക്കും, സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കച്ചറക്ക് പോകരുത്. വെറുതെ അടിപിടി നിങ്ങൾ കരുതിയ മാറ്റമൊന്നുമല്ല. അവിടെ ഇവിടെ അടി കിട്ടിയാൽ എത്രയോ ഇപ്പം വേറെയൊക്കെ ഉണ്ട്, കോഴിക്കോടൊക്കെ നടന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപിടിക്കൊന്നും പോകരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മളെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ ആ കാറിൽ വന്ന ആൾക്ക് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പോട്ടെ.